ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ നമ്മളെ പാർട്ട് 2ലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ടീം റെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒരു ടീമാണ് അല്ലേ, അവരുടെ പേരെന്താണ്, റെയിൻ എന്നാണ് ടീമിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ടീമിന് റെയിൻ എന്ന പേര് വന്നത്? അപ്പോൾ ഇവിടെ 4 ഫ്രണ്ട്സ് നിങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ, അവരുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ ഫസ്റ്റത്തെ ലെറ്ററാണ് എന്തായത്, റെയിൻ എന്ന വാക്കായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അവരുടെ ടീം എന്താണ്, ടീം റെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഇവിടെ ഓരോരുത്തരുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആളെന്താ പറയുന്നത്, ഐ ആം റിതു. രണ്ടാമത്തെ ആളോ, ആമി ഈസ് ഹിയർ, ഹലോ, ഹിയർ ഈസ് ഇമ, ഹായ്, ഐ ആം നീലു. അങ്ങനെ അവരുടെ പേരൊക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ അടിയിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ആർ ദേ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണോ? യെസ്, ദേ ആർ ഫ്രണ്ട്സ് അല്ലേ, അവർ ഫ്രണ്ട്സാണ്. ആദ്യത്തെ ആളെ പേരെന്താണ്, റിതു ആണ് അല്ലേ. രണ്ടാമത്തെ പേരെന്താണ്, ആമി, ഇമ ആൻഡ് നീലു. അപ്പോൾ ഇവരുടെ പേരിൻ്റെ ആദ്യത്തെ സ്പെല്ലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, റെയിൻ എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ മക്കൾ നോക്ക്, ഞാൻ റിതുവിൻ്റെ ആറും ആമിയുടെ എയും ഇമയുടെ ഐയും നിലുവിൻ്റെ എന്നും കൂടി എടുത്ത്, അപ്പോൾ നമുക്ക് കൂട്ടി എഴുതി നോക്കാം. എന്താണ്, RAIN എന്താണ്, റെയിൻ. അപ്പോൾ അവരുടെ ടീമിൻ്റെ പേരാണ് എന്ത്, റെയിൻ. അപ്പോഴത്തെ ടീം റെയിൻ എന്ന് പറഞ്ഞാൽ ഈ 4 ഫ്രണ്ട്സിൻ്റെ ഫസ്റ്റ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് കേട്ടോ. റിതു, ഇമ, അമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ്. ദേ വോക്ക് ടുഗെദർ, ദേ പ്ലേ ടുഗെദർ. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ പഠിച്ചില്ലേ, അവർ ഫ്രണ്ട്സാണ് അല്ലേ, അവർ ഫ്രണ്ട്സാണ്, അവർ ഒരുമിച്ചാണ് നടക്കുന്നത്, അവർ ഒരുമിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന വാക്ക് മക്കൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം കേട്ടോ ഈ വാക്ക്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന വാക്ക് നിങ്ങൾ ആദ്യമായിട്ടല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടില്ലല്ലോ അതിൻ്റെ സ്പെല്ലിങ്, അപ്പോൾ എഴുതി പഠിക്കുക. അറിയാത്ത വാക്കുകളൊക്കെ എഴുതി പഠിക്കുക, എങ്കിലും നമുക്ക് റിപ്പീറ്റായിട്ട് വായിക്കാൻ പറ്റൂ. അടുത്തെന്താണ്, ദേ വാക്ക് ടുഗെദർ. ദേ വാക്ക് ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഒരുമിച്ചാണ് നടക്കുന്നത്. ദേ പ്ലേ ടുഗെദർ എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ വാക്ക് ആൻഡ് പ്ലേ നന്നായിട്ട് ശ്രദ്ധിക്കുക, വാക്ക് ആൻഡ് പ്ലേ കേട്ടോ. ഇപ്പോൾ വാക്കും പ്ലേയും മക്കൾ നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ്, വാക്ക്, പ്ലേ കേട്ടോ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നോക്കാം, അവർ ടീം ഈസ് റെയിൻ, വി ആർ ഇൻ ദ റെയിൻ, വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ ആൻഡ് വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. എന്താണ്, അവർ ടീം ഈസ് റെയിൻ, അവരുടെ ടീം എന്താണ്, റെയിൻ ആണ് അല്ലേ. വി ആർ ഇൻ ദ റെയിൻ, അവർ മഴ കൊള്ളുകയാണ് അല്ലേ. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ, അവർക്ക് എന്താണ്, മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ, മഴയത്ത് ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഇവിടെ പ്ലേയിങ് ഡാൻസിങ് എന്താണ്, ആക്ഷൻ വേർഡ്സ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പ്ലേ എന്നായിരുന്നു പഠിച്ചത്, വാക്കായിരുന്നു. ഇപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്താണ്, പ്ലേയിങ് ഡാൻസിങ്. നേരത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞത്, അവർക്കത് ഇഷ്ടമാണെന്ന് വെച്ചായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുകയും പ്ലേ ചെയ്യുകയും ചെയ്യുകയാണ് കേട്ടോ. അടുത്തെന്താണ്, ദേ ചേസ് ബട്ടർഫ്ലൈസ്, ഇറ്റ് ഈസ് ഫൺ. അവരെന്ത് ചെയ്യും, ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബട്ടർഫ്ലൈസിൻ്റെ വൈകിട്ട് ഓടുക തന്നെ അല്ലേ. അവർ ബട്ടർഫ്ലൈസിൻ്റെ പിന്നാലെ ഓടുന്നു, ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊരു ഫണ്ണാണ്, അതൊരു രസമാണ് അല്ലേ, തമാശയാണ്. ആൻഡ് ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം. പക്ഷേ ബട്ടർഫ്ലൈസിന് അവരെ പിടിക്കാൻ ചെന്നാലും ബട്ടർഫ്ലൈസിന് അവരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹാവ് യു എവർ ചേസ്ഡ് എ ബട്ടർഫ്ലൈ? താഴെ ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ബട്ടർഫ്ലൈനെ ചേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ, നമുക്കൊക്കെ ബട്ടർഫ്ലൈ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ ഓടും, പക്ഷെ കിട്ടില്ല. ആർ ദെയർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ? നിങ്ങളുടെ ഗാർഡനിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോ? ഉണ്ടാവും അല്ലേ, പൂക്കൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ബട്ടർഫ്ലൈസും ഉണ്ടാവും. നമുക്ക് അടുത്ത പേജ് നോക്കാം. ദേ ഹാവ് എ ബൈസിക്കിൾ, ദെയർ ബൈസിക്കിൾ ഈസ് സൂപ്പർ. അവർക്കൊരു ബൈസിക്കിൾ ഉണ്ട് അല്ലേ, ദേ ഹാവ് അവർക്കുണ്ട്, എന്താണുള്ളത്, ബൈസിക്കിൾ. ദെയർ ബൈസിക്കിൾ ഈസ് സൂപ്പർ, അവരുടെ ബൈസിക്കിൾ വളരെ സൂപ്പറാണ് അല്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ബൈസിക്കിളാണ് ഉള്ളത്. രണ്ടാമത്തെ പിക്ചറിലോ, ഇറ്റ് മൂവ് എലോങ് ദ റോഡ്സ്, റോഡ് കൂടെ ഒക്കെ പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഇറ്റ് മൂവ്സ് എലോങ് ദ റോഡ്. മൂന്നാമത്തെ പിക്ചറിലോ, ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ്, പുല്ലുകൂടൊക്കെ പോകും. ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ്, അതുകൊണ്ട് എന്താണ്, അത് സൂപ്പർ ബൈസിക്കിളാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പിക്ചറിൽ എന്താണ്, സംടൈംസ് ദ ബൈസിക്കിൾ ഫ്ലൈസ്, ചിലപ്പോൾ എന്താണ്, ആ ബൈസിക്കിൾ പറക്കും അല്ലേ. അവർ കണ്ടില്ലേ, നല്ല സ്പീഡിൽ പറന്നു പോകുന്നത് പോലെ ഉണ്ട് അല്ലേ. ക്യാൻ യു റൈഡ് എ ബൈസിക്കിൾ? അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ, ക്യാൻ യു റൈഡ് എ ബൈസിക്കിൾ? നിങ്ങൾക്ക് ബൈസിക്കിൾ ഓടിക്കാൻ അറിയോ? മക്കളൊക്കെ ഇപ്പോൾ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ, ചില മക്കൾ പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതേപോലെ പറക്കുമല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അവർക്ക് ബൈസിക്കിൾ ഉണ്ട്. അതൊരു സൂപ്പർ ബൈസിക്കിളാണ്. ഇറ്റ് മൂവ്സ് അലോങ് ദ റോഡ് കൂടെ പോകുന്നുണ്ട്. ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ്, പുല്ല് കൂടെയൊക്കെ പാഞ്ഞു പോകും. പിന്നെന്താ, സംടൈംസ് ബൈസിക്കിൾ ഫ്ലൈസ്, ചിലപ്പോൾ ബൈസിക്കിൾ പറക്കും അല്ലേ. കയറ്റത്തിൻ്റെ ഇറക്കത്തുമ്മ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അടുത്ത പേജിൽ എന്താണ്, അവർ പട്ടം പറപ്പിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേരുള്ള പട്ടമാണുള്ളത്. അപ്പോൾ R എന്ന് പറഞ്ഞ റിതു, A എന്ന് പറഞ്ഞ അമി, I എന്ന് പറഞ്ഞ ഇമ, N എന്ന് പറഞ്ഞ നീള. അപ്പോൾ ഓരോരുത്തരും എന്താണ് പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങളും കൂടി എഴുതുന്നുണ്ട്. റിതു എന്താ പറയുന്നത്, ഐ വോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചു. അപ്പോൾ ആമി എന്താ പറയുന്നത്, ആമി പറയാം നോട്ട് യു, നീ അല്ല ജയിച്ചത്, നോട്ട് യു എന്ന് പറഞ്ഞാൽ നീ അല്ല. അപ്പം നമ്മുടെ ഇമ്മ പറയാണ് നോ ഇറ്റ്സ് മീ, അല്ല അത് ഞാനാ ജയിച്ചത്, നോ ഇറ്റ്സ് മീ. അപ്പം നീള എന്താണ് പറയുന്നത്, മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, നോക്ക് എൻ്റെ കൈറ്റാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് എൻ്റെ കൈറ്റാണെന്നാണ് അല്ലേ നീള പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്താക്കിയിട്ടുണ്ടോ, പട്ടം പറപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ചില മക്കളൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഫസ്റ്റത്തെ ചാപ്റ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചില മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഹൂസ് കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, ആരുടെ കൈറ്റാണ് ഫ്ലൈയിങ് ഹൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലൂടെ പറക്കുന്നത്, ആരുടെ കൈറ്റാണ്? അപ്പോൾ നോക്കൂ മക്കളെ, ഫ്ലൈയിങ് ഹൈ ആരുടേതാണ്, അമ്മയുടേതാണ് അല്ലേ, അമ്മീൻ്റെതാണ്. A എന്ന് എഴുതിയതാണ്, അമ്മയുടേതാണ് ഏറ്റവും മുകളിലുള്ളത്. ഹൗ ഡു യു നോ ദാറ്റ്, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? നമ്മൾ ഏറ്റവും ഉയരമുള്ളതിലെ ഹൈ ഉള്ളത് നോക്കി. അടുത്ത പിക്ചറിൽ എന്താണ്, 2 പേരില്ലേ എവിടെ പാഞ്ഞ് കയറിക്കില്ലേ മരത്തിൻ്റെ മുകളിലൊക്കെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ സൂര്യൻ്റെ അവിടെ കൈ വെക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് തോന്നുന്നു, സൂര്യൻ നമ്മുടെ കയ്യിലാണുള്ളത്. ഒരാൾ മരത്തിന്മേൽ പാഞ്ഞ് കയറുന്നുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ അടുത്ത ഡിസ്ക്രിപ്ഷൻ നോക്കാം നമുക്ക്. The team rain likes to climb trees. The team rain likes to climb trees എന്ന് പറഞ്ഞാൽ എന്താണ്, ടീം റെയിനിന് മരത്തിൽ കയറാൻ ഇഷ്ടമാണ്. ലൈക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. ക്ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിംബിങ് ചെയ്യുന്ന ആനിമൽ ഏതാണ്, ക്ലിംബിങ് കുരങ്ങനാണ് അല്ലേ, മങ്കിയാണ്. അപ്പോൾ മരത്തിന്മേൽ പാഞ്ഞു കയറാനൊക്കെ ടീം റെയിനിന് ഇഷ്ടമാണ്. ലുക്ക് നീലു, ഹിയർ ഈസ് എ മാംഗോ, റിതു സെഡ്. റിതു പറയാണ്, നീലു ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒരു മാംഗോ ഉണ്ട്. ലുക്ക് ദ സൺ ഇസ് ഇൻ മൈ ഹാൻഡ് സെഡ് ആമി. അപ്പോൾ ആമി പറയാണ്, ഇങ്ങോട്ട് നോക്ക്, സൺ എൻ്റെ കയ്യിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഹേ ഐ ക്യാൻ സീ ദ ഹിൽ, ഇമ ഷൗട്ടഡ്. അപ്പോൾ ഹിമ പറയാണ്, നോക്ക് എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഹില്ല് കാണാൻ പറ്റുന്നുണ്ട്, മല കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഹില്ല് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്, ഇമ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും മരത്തിൻ്റെ മുകളിൽ പാഞ്ഞ് കയറിയിട്ട് ഓരോരുത്തർ പല കാര്യങ്ങളാണ് കണ്ടു. ഒരാൾ എന്താ ചെയ്യുന്നത്, മാംഗോ കണ്ടു. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞു, ഞാൻ നോക്ക് ഇവിടെ ഒരു മാംഗോ ഉണ്ടെന്ന് പറഞ്ഞു. ഒരാൾ കയ്യിൽ സണ്ണ് നോക്ക്, ദ സൺ ഇസ് ഇൻ മൈ ഹാൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞു ഹില്ല് കാണുന്നുണ്ട് അല്ലേ, മല കാണാം നോക്ക് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ദ ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ. ഇപ്പോൾ ടീം റെയിൻ എവിടെയാണുള്ളത്, മരത്തിൻ്റെ മുകളിലാണുള്ളത്. ലുക്ക് ദർ ഇസ് എ റെയിൻബോ, റിതു സെറ്റ്. റിതു പറയാണ്, നോക്ക് അവിടെ ഒരു റെയിൻബോ ഉണ്ട്. എന്താണ് റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ലാണല്ലേ. റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ല്. അറിയാത്ത വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നമ്മൾ പഠിക്കുക. എങ്കിൽ മാത്രമേ റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ എത്ര നമ്മൾ വായിക്കുന്നോ അത്ര കണ്ടേ നമുക്ക് ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റൂ. മലയാളം നമ്മൾ മദർ ടങ് ആയതുകൊണ്ട് നമുക്ക് വേഗം പഠിക്കാൻ സാധിക്കും. പക്ഷേ ഇംഗ്ലീഷ് അത് സാധിക്കാത്തത്. റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആമി എന്താ പറഞ്ഞത്, ലെറ്റസ് ടച്ച് ഇറ്റ്, നമുക്കൊന്ന് തൊട്ടാലോ. ബട്ട് ഹൗ ആസ്റ്റ് ഇമ ചോദിക്കുകയാണ്, പക്ഷേ എങ്ങനെ അത് തൊടും. ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്. നിലു പറയാണ്, നോക്ക് അത് ഹിൽ ടോപ്പിൻ്റെ മുകളിലാണ്, മലയുടെ ഏറ്റവും മുകളിലാണ് റെയിൻബോ ഉള്ളത്. കം ലെറ്റ്സ് ഗോ ദർ സെഡ് റിതു. അപ്പോൾ റിതു പറയാണ്, നമുക്ക് അവിടേക്ക് പോവാം. ലെറ്റ്സ് ഗോ ദർ, നമുക്ക് അങ്ങോട്ട് പോകാം. ഈസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ. അപ്പം നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ആ ഹില്ലിൻ്റെ അടുത്താണെന്ന് നിങ്ങൾക്ക് ഹില്ലിലാണെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Climb up the hill, touch the rainbow, let us sit on it, let us sit on it, let us sit on it and we can sing a song. അപ്പോൾ എന്താണ്, അവർ ആ റെയിൻബോനെ തൊടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ദൂരമാണല്ലേ, മേഘത്തിൻ്റെ അവിടെ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ പക്ഷേ ഈ ഒരു ഹില്ല് കയറണം, ആ മല അവരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിളിൽ. ക്ലിംബ് അപ്പ് ദ ഹില്ലിൻ്റെ മുകളിലേക്ക് അവർ പാഞ്ഞു കയറുവാണ്. ടച്ച് ദ റെയിൻബോ തൊടാൻ വേണ്ടിയിട്ടാണ്.
ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്, നമുക്കതിൻ്റെ മുകളിൽ ഇരിക്കാം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ്, നമുക്കതിൻ്റെ മുകളിൽ ഇരിക്കാം. ലെറ്റ് us സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിങ് എ സോങ്, എന്നിട്ട് അവിടെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്കൊരു പാട്ട് പാടാം എന്നാണ് പറയാൻ. അപ്പോൾ 2 പേര് സൈക്കിളിൽ പോവാണ്, 2 പേര് ഓടി പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ക്ലിംബ് അപ്പ് ദ ഹില്ലിൻ്റെ മുകളിലേക്ക് പോവുകയാണല്ലേ. അവിടെയാണ് എന്തുള്ളത്? ദ ടോപ്പ് ഓഫ് ദ ഹില്ലാണ്. അവിടെയാണ് എന്തുള്ളത്? റെയിൻബോ ഉള്ളത്. റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ല്. ലുക്ക് അറ്റ് ദ റെയിൻബോ, ഇറ്റ്സ് റൗണ്ട് ഇൻ ഷേപ്പ്. ഇനി എന്താണ് റെയിൻബോൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്താണ് റെയിൻബോ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇറ്റ്സ് റൗണ്ട് ആൻഡ് ഷേപ്പ്. ഇറ്റ്സ് റൗണ്ട് ഇൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വട്ടത്തിലാണ്, റൗണ്ടിലാണ് ഉള്ളത്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? റൗണ്ടിലാണ്. ഇറ്റ് ഈസ് എ സർക്കിൾ. സർക്കിൾ എന്ന് പറയുന്നത് ഒരു വൃത്തമാണ് അല്ലേ? ഇതൊരു വട്ടവൃത്തമാണ്. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സിൻ്റെ ഒരു വലിയൊരു വൃത്തമാണ്. ഒരുപാട് 7 കളേഴ്സാണ് നമ്മൾ റെയിൻബോയിലുള്ളത്. 7 കളേഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വിബ്ജിയോർ എന്നാണ് അല്ലേ. 7 കളേഴ്സ് മിക്സായിട്ട് വരുന്നതാണ് എന്ത്? റെയിൻബോ. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ് എന്ന് വെച്ചാൽ വലിയ അല്ലേ, ഒരു കളേഴ്സിൻ്റെ വലിയൊരു സർക്കിളാണ്, ഒരു വട്ടമാണ് എന്നാണ് പറയുന്നത്. എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ, നമ്മൾ ആകാശത്ത് കാണുന്ന ഒരു കളർഫുൾ, വളരെ നിറങ്ങളോട് കൂടിയ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സർക്കിൾ, ഒരു വൃത്തമാണ് എന്ത്? റെയിൻബോ എന്ന് പറയുന്നത്. അപ്പോൾ റെയിൻബോയിൽ 7 കളേഴ്സാണുള്ളത്. വിബ്ജിയോർ എന്നാണ് നമ്മൾ ആ കളേഴ്സിനെ പറയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പറഞ്ഞിട്ട് 7 കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി മക്കൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആക്ടിവിറ്റിയിൽ ഇതേപോലെ റെയിൻബോന് കളർ ചെയ്യാനുണ്ടാവും. അപ്പം നമുക്ക് മക്കൾക്ക് ഏതാണെന്ന് ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കളർ കൊടുക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും. ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ? നിങ്ങൾ എപ്പോഴും സർക്കിളായിട്ട് റെയിൻബോ കണ്ടിട്ടുണ്ടാവും. ചില മക്കൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലർ കണ്ടിട്ടുണ്ടാവും. മക്കൾ ഇതാ പിക്ചർ നോക്കാം. ലെറ്റ് us ടച്ച് ഓൺ ഇറ്റ്, നമുക്കതിനെ തൊടാം. ലെറ്റ് us ടച്ച് ഇറ്റ്, നമുക്കത് തൊടാം. കമോൺ ക്വിക്ക്, വേഗം വാ, വേഗം തൊട്ട് നോക്കുക അല്ലേ. കമോൺ, വേഗം വാ, ക്വിക്ക്. ജമ്പ് അപ്പ്, ചാട് എന്ന് പറയാണ്. 1 2 3, നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും ചാടുമ്പോൾ നമ്മൾ പറയില്ലേ 1 2 3, അതുപോലെ തന്നെയാണ് അവരും പറയുന്നത്. വേഗം വാ, അതിനെ പിടിക്കാം, അതിനെ തൊട്ട് നോക്കാം. ലെറ്റ് us ടച്ച് ഇറ്റ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? വി ഗോട്ട് എ റിങ്, നമുക്കൊരു റിങ് കിട്ടി. നമ്മളൊരു വട്ടത്തിലൊരു റിങ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അവർ പറയുന്നത്. എ കളർഫുൾ റിങ്, എങ്ങനത്തെ റിങ്ങാണ്? എ കളർഫുൾ റിങ്. കമോൺ സ്വിങ് ഓൺ ഇറ്റ്, സ്വിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആടുക അല്ലേ. കമോൺ, ഇതിൻ്റെ മുകളിൽ ഇരുന്ന് നമുക്ക് ആടാം. ലെറ്റ് us സിങ് എ സോങ്, നമുക്കൊരു സോങ് പാടാം. ലെറ്റ് us സിങ് എ സോങ്, നമുക്കൊരു പാട്ട് പാടാം. എങ്ങനെ? അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആടിയിട്ടില്ലേ, ഊഞ്ഞാലാടിയിട്ട്. സ്വിങ് സ്വിങ് സ്വിങ്, ആടാം. സ്വിങ് സിങ്, പാടാം. വി ഗോട്ട് എ റിങ്, നമുക്കൊരു റിങ് കിട്ടി. ഇറ്റ്സ് എ പ്രെറ്റി തിങ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രെറ്റി ആയിട്ടുള്ളൊരു റിങ്ങാണ്, കളർഫുൾ ആയിട്ടുള്ള റിങ്ങാണ്. നമുക്കതിൻ്റെ മുകളിൽ ആടാം, പാടാം. വി ക്യാൻ സ്വിങ് ആൻഡ് സിങ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അവരെല്ലാവരും കൂടി അതിൻ്റെ മുകളിൽ നിന്ന് ആടിയപ്പോൾ പൊട്ടിപ്പോയി അല്ലേ. റെയിൻബോ എന്തായി? ദ റിങ് ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടി. ദ റിങ് ബ്രോക്കായി പോയി. സം പീസസ് ഫെൽ ഡൗൺ എന്ന വാക്ക് നമ്മുടെ മിയാവ് എന്ന ചാപ്റ്ററിൽ മക്കൾ കേട്ടിട്ടുണ്ടാവും. ദ ബുക്സ് ഫെൽ ഡൗൺ, ബുക്കുകളൊക്കെ താഴെ വീണു. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീണു. ഹോങ് ടൂത്ത് എന്ന പാഠത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീണു. സം പീസസ് ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ചില കഷ്ണങ്ങൾ താഴെ വീണു. വാട്ട് ഹാപ്പൻ ടു ദ പീസസിന് എന്താ സംഭവിച്ചത്? ദ പീസസ് ആർ ഫെൽ ഡൗൺ, ദേ താഴെ വീണു. എന്താ ചെയ്തത്? അതിന് മുകളിൽ സ്വിങ് ചെയ്യായിരുന്നു, എന്നിട്ട് പാട്ടുകൾ പാടുമായിരുന്നു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ദ റിങ് ബ്രോക്ക്. അറിയാത്ത വാക്ക് ബ്രോക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ മക്കളെ, എന്നിട്ട് പഠിക്കുക. സം പീസസ് ഫെൽ ഡൗൺ, ചില കഷ്ണങ്ങൾ താഴെ പോയി. ഇനി എന്താണ് സംഭവിച്ചത്? അവിടെ എല്ലാവരും റെയിൻബോ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ താഴെ വീണ പീസസിനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ദ ഫോളൻ പീസസ് ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്, താഴെ വീണ കഷ്ണങ്ങൾ എന്താ സംഭവിച്ചത്? അത് ഫ്ലവേഴ്സായി മാറി. ടേൺഡ് ഇൻ ടു, അതാ അതിലേക്ക് മാറി. ഏതിലേക്കാണ് മാറിയത്? ഫ്ലവേഴ്സിലേക്ക് മാറി. ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദ വാലി എന്ന് പറഞ്ഞാൽ നമ്മളെ മലയുടെ താഴെ കാണുന്ന താഴ്വരയാണ് അല്ലേ. ആ ഫ്ലവേഴ്സൊക്കെ അവിടെ താഴ്വരയിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. ദ വാലി ബിക്കം കളർഫുൾ, അതിനുശേഷം വാലി എന്തായി? കളർഫുള്ളായി. വളരെ നല്ല കളർഫുള്ളായിട്ട് ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞാൽ വാലി എന്താവും? ദേ ബിക്കം കളർഫുൾ അല്ലേ. ദ വാലി ബിക്കം കളർഫുൾ. അപ്പോൾ എന്താണ് ഇതിൽ? താഴെ വീണ കഷ്ണങ്ങളൊക്കെ എന്തായി? ഫ്ലവേഴ്സായി മാറി. അപ്പോൾ ഇതോടെയാണ് ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നത്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ കുറച്ച്
പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. വളരെ സിമ്പിളാണ്, മക്കൾക്ക് വേഗം മനസ്സിലാവും. ഫസ്റ്റത്തെ എന്താണ് മക്കളെ? കൈറ്റാണ് അല്ലേ? കൈറ്റ്. ക എന്ന പ്രൊനൗൺസിയേഷൻ വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. കെ അല്ലേ? ക എന്ന പ്രൊനൗൺസിയേഷൻ വെക്കുന്ന രണ്ട് ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? സിയും കെയും. അപ്പോൾ കൈറ്റ് KITE കൈറ്റ്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? കൈറ്റാണ്. രണ്ടാമത്തെ എന്താണ്? സണ്ണാണ്. അപ്പോൾ നമുക്കൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് എല്ലാം എഴുതി കൊടുക്കാം. ആദ്യത്തെ എന്താണ്? ബൈസിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ബൈസിക്കിൾ എഴുതാം. നെക്സ്റ്റ് എന്താണ്? റെയിൻബോ ആണ്. അപ്പോൾ റെയിൻബോ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഫ്ലവർ ആണല്ലേ? കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് എസ്സും കൂടി കൂട്ടി കൊടുക്കണം. ഫ്ലവേഴ്സ് എന്ന് പറയാം. പിന്നെ എന്താണ്? ലാസ്റ്റ് വൺ ഇസ് ട്രീ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ട്രീ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കൾ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കീപ് വാച്ചിങ്. താങ്ക് യു.